ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇന്ന് നമ്മൾ കാണാനായിട്ട് നോക്കുന്ന വിഷയം സർവ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധി അമ്മയെക്കുറിച്ചാണ്. പരിശുദ്ധി അമ്മ സകല ജനപദങ്ങളുടെയും നാഥയാണ് എന്ന വിഷയം. 1945 പരിശുദ്ധി അമ്മ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ആംസ്റ്റർഡാമിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണവും ഫാത്തിമയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണവും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ഫാത്തിമയിൽ 1917 പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്തിന്റെ പ്രത്യേകതയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാറായ സമയം. ആംസ്റ്റർഡാമിൽ സർവ്വ ജനപദങ്ങളുടെയും നാഥ എന്ന പേരിൽ പരിശുദ്ധി അമ്മ 1945 പ്രത്യക്ഷപ്പെട്ടു. ആ സമയം രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാൻ പോകുന്ന സമയം. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമ്മ മാതാവ് ഫാത്തിമയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. ഒന്ന്, റഷ്യയെ പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. 2, ദൈവമക്കൾ തങ്ങളുടെ പഴയ ജീവിത രീതി മാറ്റി അവർ വിശുദ്ധീകരിച്ച് തിരിച്ചു വരുന്നില്ലെങ്കിൽ, മറ്റൊരു വാക്കി പറയുവാണെങ്കിൽ അവർ മാനസാന്തരപ്പെടാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ യുദ്ധത്തിലേക്ക് ദൈവമക്കൾ പോയി വീഴും. എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട്, ഫാത്തിമയിൽ ഈ കാണുന്ന പ്രതിഷ്ഠ നടത്തിയില്ല. അതിന്റെ ഫലമായിട്ട് രണ്ടാം ലോക മഹായുദ്ധം എന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നില്ല. എന്തുപറ്റി? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അത് കടന്നുപോയി. ഇന്ന് ഏറെ വേദനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. പല മക്കളും പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്ന സന്ദേശങ്ങളെ തങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ നോക്കുക. പലർക്കും ബുദ്ധി കൊണ്ട് അളന്നാൽ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ പറ്റാത്ത വലിയ സന്ദേശങ്ങളാണ് പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്നത്. 2, പരിശുദ്ധി അമ്മ മാതാവിന്റെ സന്ദേശത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മക്കളോടും അമ്മ ആവർത്തിച്ച് പറയുന്നത് ജീവിത പുനർക്രമീകരണം എന്ന് വെച്ചാൽ ജീവിത നവീകരണം എന്ന് വെച്ചാൽ മാനസാന്തരം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക. ഇത് പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് പലർക്കും ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ചെയ്യുന്നത് എന്താ? പരിശുദ്ധി അമ്മ മാതാവിന്റെ സന്ദേശങ്ങളെ സംശയിക്കുന്നു, അവഗണിക്കുന്നു, വില കൊടുക്കാതെ വരുന്നു. ഇതിന്റെ ഫലം എന്താ ഉണ്ടാകുന്നത്? ലോകത്ത് കഷ്ടതകളും നാശങ്ങളും തകർച്ചകളും ശിക്ഷകളും മാറി മാറി കടന്നു വരുക. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവർ, 1945 ജൂൺ മാസം 24-ാം തീയതിയാണ് പരിശുദ്ധി അമ്മ മാതാവ് ആംസ്റ്റർഡാമിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. ഈഡ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഏകദേശം 39 വയസ്സ് പ്രായം വരുന്ന ഈ പെൺകുട്ടി, അവൾ വിവാഹം കഴിച്ചിട്ടില്ല. ഒരു സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന സമയം. പ്രിയപ്പെട്ടവരെ, അവളെ സംബന്ധിച്ച് അവളുടെ ഒരു പ്രത്യേകത, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞ, വലിയ വിശ്വാസ തീഷ്ണതയുള്ള കുഞ്ഞ, ദൈവാഭിമുഖ്യമുള്ള ഒരു പെൺകുട്ടിയാ. അവൾ ഈശോയോട് ഒത്തിരി അടുക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുന്ന കുഞ്ഞ, ധാരാളം പരിഹാര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ. പ്രിയപ്പെട്ടവരെ, ഇവളുടെ സഹോദരിമാരോടൊപ്പം വീട്ടില് തൻ്റെ ആത്മീയ പിതാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ ഒരു മുറിയിൽ നിന്നും വലിയൊരു പ്രകാശം അവിടെ മുഴുവനും നിറയുന്നതായിട്ട് കണ്ടു. ഈ സമയത്ത് ഈ പെൺകുട്ടി ഈ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ നിന്നും പതുക്കെ സ്വപ്നാടനം പോലെ ഇവൾ എഴുന്നേറ്റ് ആ മുറിയിലേക്ക് പോകുന്നു. ആ മുറി ചെന്നിട്ട് ഇവള് കുമ്പിട്ട്, മുട്ടുമേൽ നിന്ന് കുമ്പിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഇവള് കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് ഒരു മേഘത്തടം എന്ന് വെച്ചാൽ മേഘപടലങ്ങൾ ഇങ്ങനെ ആ മുറിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ മുകളിലായിട്ട് ഒരു ഭൂഗോളം, ആ ഭൂഗോളത്തിന്റെ പുറകിലായിട്ട് ഒരു കുരിശ്. ആ കാണുന്ന ഭൂഗോളത്തിന്റെ മേല് ഇതാ പരിശുദ്ധി അമ്മ മാതാവ് 2 കരവും നീട്ടിപ്പിടിച്ച് നിൽക്കുക. അമ്മയുടെ അരയിൽ ഒരു കെട്ട്, ഒരു തുണി കൊണ്ടൊരു കെട്ട്, അമ്മയുടെ മുടിയാണെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഇവൾ ഈ കാണുന്ന അമ്മയെ കണ്ടപ്പോൾ ഒരു നിമിഷം കുമ്പിട്ടു വണങ്ങുക. അപ്പോൾ അമ്മ മാതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അമ്മ ഈ കുഞ്ഞിനോട് പറയുന്നു, നീ ഭൂഗോളം ശ്രദ്ധിച്ചേ, നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ,
നീ കുരിശൊന്ന് ശ്രദ്ധിച്ചേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും, ഈ ആന്തരിക സംഭാഷണം മുഴുവനും നീ ഏറ്റു പറയണം. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് ഓരോ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഇവള് ഇത് ഏറ്റുപറയുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആത്മീയ പിതാവും അവളുടെ സഹോദരിയും ഇത് മുഴുവനും എഴുതിയെടുത്തുകൊണ്ടിരിക്കുക. ആ അമ്മ പറയുന്ന അവസാനത്തെ കാര്യം ഇതാണ്: നീ ഇപ്പോൾ കണ്ട ചിത്രം വരയ്ക്കണം, ഇത് വരയ്ക്കണം. അവള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അമ്മയുടെ അരയിൽ എന്താ കെട്ട്? അമ്മ പറയുന്ന കാര്യം ഇപ്രകാരമാ: എന്റെ തിരുക്കുമാരൻ കുരിശിൽ മൂന്നാണികളാൽ തൂങ്ങിക്കിടന്നപ്പോൾ നഗ്നത മറയ്ക്കാനായിട്ട് ഉപയോഗിച്ച ആ കാണുന്ന വസ്ത്രമാണ് ഞാൻ അരയിൽ ചുറ്റിയിരിക്കുക. അവൾ അമ്മയോട് ചോദിക്കുന്നു: അമ്മ ഇതെന്താ മേഘത്തടം? പറഞ്ഞു: കുഞ്ഞ്, ഇത് മേഘത്തടമല്ല, മറിച്ച് ശുദ്ധീകരണ ആത്മാക്കളായത്. എന്നിട്ട് അമ്മ പറയുന്ന കാര്യം ഇതാണ്: കുഞ്ഞെ, നീ കാണുന്ന ചിത്രം വരച്ച് പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നിന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കും. ആ പ്രാർത്ഥന ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ മുഴുവനും ഒരുക്കുന്ന പ്രാർത്ഥനയാണ്. അമ്മയുടെ വിമല ഹൃദയം വിജയിക്കാനുള്ള പ്രാർത്ഥനയാണ്. ഒപ്പം ലോകം മുഴുവനും ആത്മാവിനാൽ നിറയപ്പെടാനും പരിശുദ്ധി അമ്മ ഭരണമേറ്റെടുക്കാനുമുള്ള ഒരു പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥന ഞാൻ നിന്നെ പഠിപ്പിക്കാം. അതിനു മുമ്പ് ചിത്രം വരച്ചു തീർക്കുക. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തിയ ഒരു കുഞ്ഞു രഹസ്യമുണ്ട്. ഇന്ന് എന്നെ കുറിച്ച് സഭയില് 4 വിശ്വാസ സത്യങ്ങളുണ്ടല്ലോ. 1 ദൈവമാതാവ്, 2 നിത്യകന്യക, 3 അമലോത്ഭവ, 4 സ്വർഗാരോപിത. എന്നാൽ കുഞ്ഞെ, ഒരു വിശ്വാസ സത്യം കൂടി വരും. ഒരു വിശ്വാസ സത്യം കൂടി പ്രഖ്യാപിക്കപ്പെടും. അത് സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമാണ് എന്നുള്ള വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടണം. ഇത് പ്രഘോഷിക്കപ്പെടണമെങ്കിൽ വലിയ പ്രാർത്ഥനയുടെ ഒരുക്കമുണ്ടാകണം. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ പ്രാർത്ഥന കുഞ്ഞെ നിനക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രാർത്ഥന നീ ദിവസവും ചെല്ലണം. ഇത് ലോകം മുഴുവനും ചെല്ലി ഒരുങ്ങപ്പെട്ട് കഴിയുമ്പോഴാണ് സഭ ഈ കാണുന്ന വിശ്വാസം, സഹരക്ഷക എന്നുള്ള വിശ്വാസ സത്യം, മധ്യസ്ഥ എന്നുള്ള, അഭിഭാഷക എന്നുള്ള വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാണുന്ന രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് അമ്മ മാതാവ് അവൾക്ക് ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ചിലവർ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് അത് ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് തീരട്ടെ, അച്ഛൻ്റെ ആദ്യത്തെ ആ പ്രാർത്ഥനകളൊക്കെ തീരട്ടെ, എന്നിട്ട് വചനം പങ്കുവെക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അച്ഛൻ ദിവസം ഇപ്പോൾ 27 ദിവസമായിട്ടും മുടങ്ങാതെ ചില പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ കൃപയുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. അപ്പോൾ അതിൻ്റെ ആരംഭം തൊട്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യുന്നതും, കർത്താവിൻ്റെ മാല ത്രികാല ജപം ചെല്ലുന്നത്, വിമലഹൃദയ പ്രതിഷ്ഠ ചെല്ലുന്നത്, അതുപോലെ അതിനു മുമ്പ് അച്ഛൻ ചെല്ലുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഇതിനൊക്കെ വലിയ വലിയ ആത്മീയ രഹസ്യം ഇതിനകത്ത് കിടപ്പുണ്ട്. അവിടെ അമ്മ മാതാവ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നിങ്ങൾ കേട്ടെ. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയത്തില് പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം എന്നിവയിൽ നിന്ന് അവർ സംരക്ഷിതരാകട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സകല ജനപദങ്ങളുടെയും നാഥ നമ്മുടെ അഭിഭാഷയായിരിക്കട്ടെ. ആമേൻ. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ഈ കാണുന്ന ചിത്രം വരച്ചു കഴിയുമ്പോൾ ലോകത്തു മുഴുവനും പ്രചരിപ്പിക്കാനായിട്ട് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയേക്കണേ. പ്രിയപ്പെട്ടവരെ, അവൾ ഈ കാണുന്ന പ്രാർത്ഥന എഴുതി മെത്രാനെ ഏൽപ്പിച്ചു. മെത്രാൻ അതിൻ്റെ അകത്ത് തിരുത്തൽ വരുത്തി. ഒരിക്കൽ മറിയമായിരുന്ന എന്നുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് സർവ്വജനപദങ്ങളുടെ നാഥയായ മറിയം അങ്ങനെയാക്കി. വീണ്ടും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു: കുഞ്ഞെ, ഒരിക്കൽ മറിയമായിരുന്ന ആ കാണുന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും സഭയ്ക്ക് കൊടുത്തു. സഭ ഇത് അംഗീകരിക്കാൻ 1945 കൊടുത്ത പ്രാർത്ഥന അംഗീകാരത്തിലേക്ക് കൊണ്ടുവന്നത് 1996 96 മെയ് മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന അംഗീകരിക്കപ്പെടുന്നു. ജൂൺ മാസം ഈയിട മരണത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഇന്ന് ഈ പ്രാർത്ഥന അനേക ദൈവമക്കൾ ഉരുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലവർ ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലവരല്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയ ഒരു ആത്മീയ രഹസ്യം ഇതാ. പ്രിയപ്പെട്ടവർ, ഇപ്രകാരമാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്: വലിയ കാര്യങ്ങൾ നേടാനായി ചെറിയൊരു പ്രാർത്ഥന എന്നാണ് മാതാവ് ഈ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത്. വലിയ കാര്യങ്ങൾ നേടാനായി ചെറിയൊരു പ്രാർത്ഥന. നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത.
ദൈവമക്കൾ വലിയ തിരക്കില, വ്യഗ്രചിത്തരായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അതുകൊണ്ട് മാതാവ് ചെറിയൊരു പ്രാർത്ഥന കൊടുത്തിട്ട് പറയുവാണ്, വലിയ കാര്യങ്ങൾ അതിലൂടെ നേടിയെടുക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് വലിയ കാര്യം? ആ കാര്യം നമുക്ക് സ്വർഗത്തിലെത്താനുള്ള കാര്യമാണ്. മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് വലിയ കാര്യം. അവിടെ ഈ പ്രാർത്ഥന ഇങ്ങനെയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞേക്കണേ, ഈ കാണുന്ന പ്രാർത്ഥന ലോകത്തിലുള്ള സകല മക്കളും പഠിക്കണം. ഇത് സകല മക്കളും ഉരുവിടണം. അവരെ ഇത് ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും ഈ പ്രാർത്ഥന ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യപ്രകാരം പറയുന്നു, പരിശുദ്ധ അമ്മ മാതാവ് ലോകത്തിന്റെ ഭരണം ആദ്യം ഏറ്റെടുക്കാൻ തുടങ്ങും. 2, ലോകത്തിന്റെ ശക്തി കൊണ്ടല്ല ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ നോക്കണ്ടേ, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. 3, ആദിമ സഭയിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ പോലെ ഈ പ്രാർത്ഥന ലോകത്തിലുള്ള മുഴുവനും മക്കൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ ലോകത്തിലേക്ക് മുഴുവനും ആദിമ സഭയിലേക്ക് ആത്മാവ് വന്ന് ഇറങ്ങിയ പോലെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്ന് ഇറങ്ങാൻ തുടങ്ങും. 4, സാത്താന്റെ ശക്തികളുടെ തല തകർക്കപ്പെടാൻ തുടങ്ങും. 5, വിമല ഹൃദയം വിജയിക്കും. 6, ദൈവോത്മുഖമായിട്ട് അവർ ഓരോരുത്തരും വളരാൻ തുടങ്ങും. 8, അപകടങ്ങൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ അതിനെ വഴിമാറ്റി വിടാനായിട്ട് ഇത് സഹായിക്കും. 9, യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് ലോകം മുഴുവനും പ്രഖ്യാപിക്കുകയും സ്നേഹിക്കാനും ആരാധിക്കാനും തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഈ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടോ? അതുകൊണ്ടാണ് ഇതിന്റെ ശക്തി ആർക്കറിയാം? നമ്മക്കറിയത്തില്ലേലും അവൻ അറിയാം. അതുകൊണ്ട് ഇന്ന് എത്ര പേര് ചെല്ലുന്നുണ്ട്? നമ്മളെ ചെല്ലിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചെല്ലണമെന്ന് ഇപ്പൊ മനസ്സിലായോ? ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നേ. സാത്താന്റെ ശക്തി തകരണ്ടേ, അവന്റെ തല തകരണ്ടേ, വിമല ഹൃദയം വിജയം ഭരിക്കണ്ടേ, പരിശുദ്ധാത്മാവ് ലോകത്തെ മുഴുവൻ ഏറ്റെടുക്കണ്ടേ, ആദിമ സഭയിലേക്ക് ആത്മാവ് ഇറങ്ങിയ അവസ്ഥ വരണ്ടേ, യേശുക്രിസ്തുവിനെ ഏകനാഥനും രക്ഷകനുമായി ലോകം പ്രഖ്യാപിക്കണ്ടേ, ഒരു ദൈവോത്മക ബന്ധം നമുക്ക് വേണ്ടേ, പരിശുദ്ധി അമ്മ മാതാവ് ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലം വരണ്ടേ. ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചെല്ല്, തീഷ്ണതയോടെ ചെല്ല്, ആവർത്തിച്ച് ചെല്ല്. ചിന്തയിലും ജീവിതത്തിലും ഉടനീളം ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മക്കളെ ചെല്ലാൻ തുടങ്ങിക്കേ. അതിലൂടെ ലോകത്ത് വലിയ മാറ്റമുണ്ടാകുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1945 മുതൽ 1959 വരെയാണ് പരിശുദ്ധി അമ്മ മാതാവ് ഈയിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്. ഏകദേശം എന്നിട്ട് 16 സന്ദേശങ്ങൾ കൊടുത്തു. അതിൽ 12 സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ 6 സന്ദേശം, ഈ 12 സന്ദേശത്തിൽ 6 സന്ദേശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നടപ്പിലായ 6 സന്ദേശം. ബാക്കി 6 എണ്ണം ഈശോയുടെ 2ാം വരവിന് മുമ്പ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവൾ പറഞ്ഞേക്കണേ. അവൾ ജീവിച്ചിരുന്ന സമയത്ത് സംഭവിച്ച കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്. 1945 മാർച്ച് മാസം 25 അവൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്. പട്ടാളക്കാർ മടങ്ങിപ്പോകുന്ന ഒരു ദർശനം അവൾ കാണുകയാണ്. എന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മെയ് മാസം 1945 തന്നെ മെയ് മാസം 5-ാം തീയതി നാസിപ്പട നെതർലാൻഡ് വിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. എന്ന് വെച്ചാൽ അവൾ കണ്ട ദർശനം അതേപോലെ സംഭവിച്ചു. രണ്ടാമത് അവൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട്. 45 കാണുന്നു. 48 ഒരു ഇസ്രായേൽ രാജ്യം വീണ്ടും പലയിടത്തുനിന്നും ഒരുമിച്ച് കൂടി ഇസ്രായേൽ രാജ്യമുണ്ടാകുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, 45 കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് ചുമന്ന പതാക പറക്കുന്ന ചൈനയുടെ ഒരു ഭൂപ്രദേശം. പ്രിയപ്പെട്ടവരെ, ഇത് അതേപോലെ തന്നെ 1949 നടപ്പാവുക എന്ന് വെച്ച കമ്മ്യൂണിസം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, 4ാമതായിട്ട് റഷ്യയുടെ മരുപ്രദേശത്ത് സംഭവിക്കുന്ന വിനാശകരമായ ഒരു സ്ഫോടനം അവൾ കാണുക. ഇത് 1953 ഹൈഡ്രജൻ ബോംബ് ആദ്യമായിട്ട് റഷ്യ പരീക്ഷിക്കുക. വീണ്ടും അവൾ കാണുന്ന 5ാമതായിട്ട് കാണുന്ന കൊറിയയില് ശക്തമായിട്ടുള്ള ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. 2ആയിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു കാഴ്ച അവൾ കാണുക.
പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നടന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കൊറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. വടക്കും തെക്കും കൊറിയായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥ. ആറാമതായിട്ട് അവൾ കാണുന്നത് ജർമ്മനിയെയും യൂറോപ്പിനെയും വിഭജിക്കുന്ന ഒരു മതിൽ. അത് നമ്മൾ കാണുന്നുണ്ട്. ആ മതില് ബെർലിൻ മതിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവൾ സ്വപ്നത്തിൽ കാണുവാണ്. അതിന്റെ മുകളിൽ അവൾ കൈവയ്ക്കുന്നു. അത് ഒരിക്കലും അവർ ഒന്നിക്കില്ല എന്ന് ചിന്തിച്ചതാ. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് 1989 ബെർലിൻ മതില് ഇടിഞ്ഞു വീഴുന്നു, അവർ ഒന്നാകുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ മനസ്സിലാക്ക്, പരിശുദ്ധി അമ്മ മാതാവ് ഇന്നു വരെ തന്നിട്ടുള്ള പ്രത്യക്ഷീകരണത്തിൽ തന്ന സന്ദേശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടെന്നേ. പക്ഷെ നമ്മളെന്താ, നമുക്കിത് വലിയ വിശ്വാസമില്ല, നമ്മൾ അവഗണിക്കുക. അതിന്റെ ഫലം എന്താ? ലോകത്ത് മുഴുവനും കഷ്ടനഷ്ടങ്ങളല്ലേ മക്കളെ. കാരണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മാനസാന്തരപ്പെടാൻ, ജീവിത പുനർക്രമീകരണം നടത്താൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണോ, നമ്മൾ ഇതിനെ മാറ്റി നിർത്തുന്നു. ഇതൊന്നും ഇല്ലെന്നേ, ഇങ്ങനെ ഒരു ചിന്തയാ. ഇനി അമ്മ പറയുവാണ്, ഈശോയുടെ 2ാം വരവിന് മുമ്പ് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന 6 കാര്യങ്ങളെ കുറിച്ച് അമ്മ പറയുന്നുണ്ട്, ഈയിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്. 1945 അമ്മ പറയുവാണ്, ആഗോളതലത്തിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിക്കും. എന്നാ പറഞ്ഞേ, 1945 എന്ന് സംഭവിക്കും, ഈശോയുടെ വരവിന് മുമ്പ്. ഇപ്പൊ ഉണ്ടോ മക്കളെ? കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ അവസ്ഥ എന്താ? വേണ്ട, നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ശ്രദ്ധിച്ചാൽ മതി. എന്തോരം അന്ന് പറഞ്ഞ കാര്യം ഇന്ന് നടപ്പായിക്കൊണ്ടിരിക്കുക. നമ്മളിത് മനസ്സിലാക്കുന്നില്ല. കാരണം കണ്ണു മൂടപ്പെട്ടേക്കുക, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞേക്കുക, തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കുക. രണ്ടാമത് അമ്മ പറയുവാണ്, സാമ്പത്തിക തകർച്ച സംഭവിക്കും, കറൻസികളിൽ പ്രതിസന്ധി ഉടലെടുക്കും. നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ട, യൂറോപ്യൻ യൂണിയനിൽ ഇത് വന്ന് എല്ലാ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽ ഇത് സംഭവിച്ചേക്കുക. മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയിൽ പ്രശ്നങ്ങൾ വലുതായിട്ട് സംജാതമാകാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിച്ചോ, ഈ കാലഘട്ടത്തിൽ, അത് കേരളത്തിൽ എല്ലായിടത്തും നോക്ക്, സഭയ്ക്കുള്ളിൽ, സഭാ തണയരിൽ, സഭാ മക്കളിൽ, എല്ലാ മേഖലയിലും ഈ പ്രശ്നങ്ങളാ. ഇതെല്ലാ സഭാ വിഭാഗങ്ങളും പരിശോധിച്ച് നോക്കിയോ. വീണ്ടും അമ്മ പറയുന്ന 4-ാമത് പറയുന്നു, കഠിന പോരാട്ടങ്ങൾക്കൊടുവിൽ ചൈനയിൽ കത്തോലിക്ക വിശ്വാസം നിലവിൽ വരും. മാധ്യമങ്ങള് ശരിക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, ചൈനയില് വചനത്തിന്റെ വിത്ത് ഇട്ട് കഴിഞ്ഞു, ഇനി മുളച്ചു പൊങ്ങിയാൽ മതി. അതിന്റെ ആരംഭം പല സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരംഭം കുറിച്ചു കഴിഞ്ഞു. വീണ്ടും 5-ാമത് പറയുന്ന ഒരു ദർശനത്തിൽ അവൾ കാണുന്ന കാഴ്ച ഇതാണ്, രാസായുധങ്ങളും ജൈവായുധങ്ങളും കാണുകയുണ്ടായി. എന്ന് വെച്ചാൽ രാസായുധങ്ങൾ അതിനുശേഷം ഉണ്ടായത് നമുക്ക് അറിയാൻ പറ്റും. ജൈവായുധങ്ങൾ, ഈ കാണുന്ന COVID-19 ഇതുപോലും പരിശോധിച്ച് നോക്കേണ്ട ജൈവായുധങ്ങൾ പോലെ അതിന്റെ വകഭേദമായിട്ട് ഇപ്പോഴും എന്തോരം മക്കളാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം 6-ാമതായിട്ട് അവൾ കാണുന്ന കാഴ്ച ഇതാണ്, അസാധാരണമായ വിസ്മയകരങ്ങളായിട്ടുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ. ചന്ദ്രൻ, നമ്മൾ എന്ന് വെച്ചാൽ ഒരു 20 വർഷം മുമ്പ്, ഈ കഴിഞ്ഞ 20 വർഷം ചിന്തിച്ച് നോക്കിയ മക്കളെ, എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളാ വന്നേക്കണേ. നല്ലതാ. അതിന് ഒരു 5 വർഷം മുമ്പ് നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ് ഈ 20 വർഷം ഉണ്ടായേക്കണേ. ശാസ്ത്രം വളർന്നു, വിശ്വാസം വളർന്നോ? അതിന്റെ ഫലമായിട്ട് വിശ്വാസത്തിൽ തകർച്ച വരുന്നുണ്ടോ? എന്ന് വെച്ചാൽ അമ്മ മാതാവ് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇതാ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണം മക്കളെ? ഒരുങ്ങണമെന്നേ. നമ്മൾ തിരിച്ചറിയണം, അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുങ്ങണം. എന്താ ചെയ്ത് ഒരുങ്ങണ്ടേ? അതിനാണ് അമ്മ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന നമ്മൾ ദിവസം ഉരുവിട്ട്, ഒരു പ്രാവശ്യമല്ല മക്കളെ, ഇത് കാണാപ്പാടം പഠിച്ച് ഉരുവിട്ട് നമുക്കറിയാവുന്നവർക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് ലോകത്തിലുള്ള മുഴുവനും മക്കൾ ഈ പ്രാർത്ഥനയുടെ ഫലമാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആവസിക്കട്ടെ എന്നേ. സാത്താന്റെ തല തകരട്ടെ മക്കളെ. അങ്ങനെ യേശുക്രിസ്തു ഏകനാഥനും രക്ഷകനുമായിട്ട് പ്രഖ്യാപിക്കപ്പെടട്ടെ എന്ന്. പരിശുദ്ധി അമ്മ ഭരണം ഏറ്റെടുക്കട്ടെ മക്കളെ.
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടി വെളിപ്പെടുത്താം. നമുക്ക് സമയത്തിന്റെ അഭാവം മൂലം ഞാൻ ഒരു കാര്യം കൂടി വെളിപ്പെടുത്താൻ ഇന്ന് ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല മക്കളെ, മെച്ചുകൊറിയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മെച്ചുകൊറിയിൽ പരിശുദ്ധി അമ്മ പറയുന്ന കാര്യം ഇതാണ്: സമയം തീരാറായി. ഇത് പല പ്രാവശ്യം, ഏകദേശം മെച്ചുകൊറിയിൽ 40 വർഷമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഇത് പലവട്ടം അമ്മ പറയുന്നുണ്ട്, മക്കളെ സമയം തീരാറായി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ മക്കളെ? ആരും ഇതിന് വില കൊടുക്കുന്നില്ല. ഒരു മനുഷ്യന് ഇതിന് വില കൊടുക്കുന്നില്ലെന്ന്. 2, അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്: സാത്താൻ ഓരോ മേഖലയിലൂടെ മക്കളെ മുഴുവനും പിടിക്കാനായിട്ട് നുഴഞ്ഞു കയറുക. ഈ കാണുന്ന സന്ദേശത്തിനും ആരും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല, വിലയും കൊടുക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചേ, പരിശുദ്ധി അമ്മ 400 വർഷമായിട്ട് മാറി മാറി ഈശോയുടെ 2ാം വരവിനെ കുറിച്ച് ഒരുങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് മുന്നറിയിപ്പ് കൊടുത്തു, അടയാളങ്ങൾ കൊടുക്കുന്നു, അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പല മക്കളും ഈ സന്ദേശങ്ങൾക്ക് വില കൊടുക്കാതെ അവർ അതിനോട് മറുതലിക്കുക, മുഖം തിരിച്ചു നിൽക്കുക. പരിശുദ്ധി അമ്മ എന്തുമാത്ര വേദനിക്കുന്നേ, എന്തുകൊണ്ട് രക്തക്കണ്ണീർ ഒഴുകുന്നു. നമ്മുടെ ഉള്ളിലെ വേദന അപ്പം എന്തോരമുണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഇക്വഡോറിലെ പരിശുദ്ധി അമ്മ, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൽ അമ്മ പറഞ്ഞ 10 കാര്യങ്ങൾ. ആ കാര്യം ഇന്ന് ലോകത്ത് സംഭവിക്കുന്നു വെച്ചാൽ, മെച്ചുകൊറിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുവാണ്, അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് ലോകത്ത് സംഭവിച്ചിട്ട്, കുഞ്ഞേ ഇതാ സമയം തീരാറായി, കണ്ണു തുറക്ക്, തിരിച്ചു വാ. ഈ മക്കള് ഇത് കേൾക്കാഞ്ഞിട്ട് അമ്മ 3 വഴി, ലോക വിശുദ്ധീകരണത്തിൽ 3 വഴി തെരഞ്ഞെടുത്തു. മെച്ചുകൊറിയിലുള്ള 6 കുഞ്ഞുങ്ങളെ അമ്മ തെരഞ്ഞെടുത്തു. ആ കുഞ്ഞുങ്ങൾക്ക് മാറി മാറി ദിവസങ്ങളായിട്ട്, ആഴ്ചകളിലായിട്ട്, മാസങ്ങളിലായിട്ട് അമ്മ മാതാവ് മാറി മാറി സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, ആ 6 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സന്ദേശത്തിലൂടെ ലോകത്തിലെ ദൈവമക്കൾ വിശ്വസിച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. 2ാമത് അമ്മ തെരഞ്ഞെടുത്തൊരു മാർഗം, 2 പെൺകുട്ടികൾക്ക്, 2 കുട്ടികൾക്ക് എന്ത് ചെയ്തു? ആന്തരിക സംഭാഷണം കൊടുത്തു. എന്ന് വെച്ചാൽ ആന്തരിക സംഭാഷണത്തിലൂടെ സന്ദേശങ്ങൾ കൊടുത്തു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടികൾ പറയുന്ന കാര്യം, അമ്മ വെളിപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് രൂപപ്പെടുത്തി. അത് ലീഡ് ചെയ്യുന്ന അമ്മയാണ്. അമ്മ അതിന് ചില കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനിലൂടെ മാത്രം ആ ഗ്രൂപ്പ്, ആ ജനം അതിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിലൂടെ, ആ ഗ്രൂപ്പിലൂടെ പ്രിയപ്പെട്ടവരെ, അമ്മ നൽകിയ സന്ദേശങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്നതിലൂടെ ലോകത്തെ വിശുദ്ധീകരിക്കാൻ അമ്മ മറ്റൊരു മാർഗം നോക്കി. ഇനി 3ാമത്തെ മാർഗം, ഈ കുട്ടികൾ പറയുന്ന കാര്യം ഉറച്ച ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, അനുസരണയോടെ അത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പറ്റം വൈദികരുടെ കൂട്ടായ്മ അമ്മ രൂപപ്പെടുത്തി. ഇതാണ് ആദ്യം 6 കുട്ടികളിലൂടെ, 2 ആന്തരിക സംഭാഷണം നടത്തി, മറ്റ് 2 കുട്ടികളിലൂടെ, 3 പുരോഹിതരുടെ ഒരു കൂട്ടായ്മയിലൂടെ. ഈ 3 രീതിയിലൂടെ ലോകത്തെ വിശുദ്ധീകരിക്കാനായിട്ട് അമ്മ നോക്കി. എന്നിട്ട് അമ്മ പറയണ, മക്കളെ സമയം തീരാറായി, വാ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ വലിയൊരു അടയാളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മെച്ചുകൊറിയിലെ സംഭവങ്ങളുടെ ഒരു വലിയ ആ മേഖലയിലേക്ക് പോകുന്നതിനൊരു കാരണം, ഫാദർ ടോമി സ്ലാവ് എന്ന് പറയുന്ന ഒരു വൈദികൻ, അദ്ദേഹം റോമിൽ വെച്ച് ഒരു പ്രാർത്ഥന കൂട്ടായ്മ സംഗമം ഉണ്ടായി. അതിൽ പങ്കുചേരാനായിട്ട് വന്നപ്പോൾ അവിടെ നല്ല മെസ്സേജ് ഉള്ള ഒരു സമർപ്പിത, ഒരു സിസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ വലിയൊരു പള്ളി, 2 ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള വലിയൊരു പള്ളി, ആ പള്ളിയുടെ വികാരിയുടെ സ്ഥാനത്ത് അച്ഛൻ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. 2ാമത് ആ സിസ്റ്റർ പറഞ്ഞു, അവിടുത്തെ ബലിപീഠത്തിൽ നിന്നും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ, കൃപകള് നീർച്ചാല് പോലെ ഒഴുകുന്നതായിട്ട് ഞാൻ കാണുന്നു. 3ാമത് പറഞ്ഞു, 10,000-കണക്കിന് യുവജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നതായിട്ടും അവരിലൂടെ വീണ്ടും 1000-കണക്കിന് യുവജനങ്ങൾ വീണ്ടും വീണ്ടും എത്തിച്ചേരുന്നതായിട്ട് ഞാൻ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛന് ചിരിയാ വന്ന ആ സമയത്ത്. വേദനയും വന്നു, വിഷമവും വന്നു, ദേഷ്യവും വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസാ. സഭയെ തകർത്തുകൊണ്ടിരിക്കും അവര്. ആ സമയത്താണ് ഒരു സമർപ്പിത പറയുന്നത്, അവിടെ ക്രൈസ്തവ വിശ്വാസം വളരുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ആദ്യം അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ സംഭവിച്ച കാര്യം, ഈ മെസ്സേജ് കൊടുത്ത് ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധി അമ്മ മെച്ചുകൊറിയിൽ
ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. സ്നാപയോഹന്നാന്റെ തിരുനാൾ ദിവസം 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഈ കുട്ടികളോട് പറയുന്ന കാര്യം ഇതാ: കുഞ്ഞുങ്ങളെ, എല്ലാ ദിവസവും ഇവിടെ വരാമോ? അവർ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരോട് പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ആ മലയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു നല്ല മനോഹരിയായ ഒരു സ്ത്രീയെ കാണുന്നു. അമ്മ അവരെ വിളിക്കുന്നു. അവർ ഓടിച്ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാ ദിവസവും വരാമോ? കുട്ടികൾ സമ്മതിച്ചു. പക്ഷെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നമുക്ക് നാളെ തൊട്ട് പോകണ്ട, ഈ കാര്യം ആരോടും പറയുകയും വേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, പക്ഷെ കുഞ്ഞുങ്ങളല്ലേ, എന്ത് സംഭവിച്ചു? കുഞ്ഞുങ്ങൾ ഇത് പലരോടും പറഞ്ഞു. പിറ്റേ ദിവസം അതേ സമയമായപ്പോൾ ആരും വിളിക്കാതെ വലിയൊരു പ്രേരണ അവർക്ക് കിട്ടി. വീണ്ടും അവർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിലെ ഒരു കുഞ്ഞിൻ്റെ മുത്തച്ഛി വില്യമ്മച്ചി കുറച്ച് ഹാനാവെള്ളം കൊടുത്തു വിട്ടു. ഇത് നീ അവിടെ പോയി തളിക്ക്. പരിശുദ്ധി അമ്മയാണെങ്കിൽ അവിടെ അമ്മ നിൽക്കും, മറ്റാരെങ്കിലും ആണെങ്കിൽ അത് വിട്ടുപോകും. അതുകൊണ്ട് ചെല്ലണ തളിക്കാൻ പറഞ്ഞ് കുറച്ച് ഹാനാവെള്ളം കൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികള് കുന്നിന്റെ താഴെ എത്തിയ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ അമ്മ നിൽക്കുന്ന കാണുക. ഈ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നിമിഷ നേരം കൊണ്ട് ആ കുന്നിന്റെ മുകളിൽ അവരെത്തി. എന്ന് വെച്ചാൽ അവിടെ മുള്ളുകളുണ്ട്, കൂർത്ത കല്ലുകളുണ്ട്, പക്ഷേ അതിലൊന്നും അവരുടെ കാല് കുടുങ്ങാതെ വേദനിക്കാതെ നിമിഷം, എന്ന് വെച്ചാൽ അമ്മ അവരെ ഉയർത്തിക്കൊണ്ട് അവിടെ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി ചെയ്ത കാര്യം, ഹാനാം വെള്ളം തളിച്ചു. അത് തളിക്കുന്ന മാകടയിൽ അപ്രത്യക്ഷമായി പോവുക. ഇപ്പൊ മാതാവ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കന്യകാമറിയമാ, ഞാൻ സമാധാനത്തിന്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അതിവിടെ അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 25-ാം തീയതി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് എല്ലാ ജൂൺ 25-ന് സമാധാനത്തിന്റെ റാണിയുടെ തിരുനാള് സഭ ആഘോഷിക്കുന്നത്. അതിനുശേഷം അവർ കുന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്: പരിശുദ്ധി അമ്മ വലിയൊരു പ്രകാശം ആദ്യം വരും. ആ പ്രകാശത്തിന് നടുവിൽ നിന്നാണ് പരിശുദ്ധി അമ്മ കടന്നു വരിക. സുന്ദരിയാണ്, മനോഹരിയാണ്, ശാന്തതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധി അമ്മയെ വർണ്ണിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ആ നാട്ടിൽ മുഴുവനും പാട്ടാകുന്നു. എല്ലാവരും അവിടെ എത്തിച്ചേരാൻ തുടങ്ങുന്നു. അവിടുത്തെ വികാരിയച്ഛനോട് അധികാരികൾ പറയുന്നു, പള്ളി പൂട്ടാൻ പറയുന്നു. വികാരിയച്ഛൻ പള്ളി പൂട്ടുന്നില്ല, അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. പകരം വരുന്ന അച്ഛനാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഫാദർ ടോമി സ്ലാവ്. അവിടെ സിസ്റ്റർ പറഞ്ഞ മെസ്സേജ് ഇവിടെ കൃത്യമായിട്ട് സംഭവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, 40 വർഷമായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ 40 പ്രത്യക്ഷീകരണത്തിൽ ഈ കുട്ടികൾക്ക് 6 കുട്ടികൾക്ക് പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്തു. ഒപ്പം രഹസ്യമായിട്ട് അതിൽ 3 കുട്ടികൾക്ക് 10 പ്രാവശ്യം രഹസ്യമായി സന്ദേശം കൊടുത്തു. അതിലെ ബാക്കി 3 കുട്ടികൾക്ക് 9 പ്രാവശ്യം രഹസ്യമായിട്ട് സന്ദേശം കൊടുത്തു. 2020 മാർച്ച് മാസം 18-ാം തീയതി വരെ അവിടെ സന്ദേശം ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ സന്ദേശമാണ്, പിന്നെ സന്ദേശം കിട്ടിയിട്ടില്ല. ഈ അവസാനത്തെ സന്ദേശ സമയത്ത് അമ്മ 2 കാര്യം വെളിപ്പെടുത്തി. ഒന്നാമത് വെളിപ്പെടുത്തിയ കാര്യപ്രകാരമാണ്. അമ്മ പറഞ്ഞു, ലോകത്തിൽ തിന്മ ശക്തി പ്രാപിച്ചേക്കണു. മനുഷ്യൻ തിന്മ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് ആർക്കും സാധിക്കാത്ത അവസ്ഥ വരും. കേട്ടോ, ലോകത്തെന്താ? തിന്മ അതിക്രമിച്ചു വരുക. മനുഷ്യൻ തിരിച്ചു വരാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ ലോകം വരുക. രണ്ടാമത് അമ്മ പറയുവാണ്, എൻ്റെ പുത്രന്മാരെ പുത്രിമാരെ നിങ്ങൾ മാനസാന്തരപ്പെട്. വീണ്ടും പറയുന്നു, എൻ്റെ ലോകത്തിലുള്ള മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെട്, നിങ്ങൾ അതിവേഗം മാനസാന്തരപ്പെട്, സമയം അതിക്രമിച്ചു. എന്നിട്ട് അമ്മ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഈ ലോകം തീരെ വൈകാതെ ഈ ലോകത്ത് ദൈവം വലിയ ശിക്ഷ ഇറക്കും. ആ ശിക്ഷ എപ്രകാരമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന് ഒരുങ്ങ്. അതിൻ്റെ പ്രത്യാക്രമണം ഏതവസ്ഥയിലാണെങ്കിലും അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങ. എന്നിട്ട് വിശ്വാസികളോട് പറയുക, വിശ്വാസികളെ, അത്ഭുതം കണ്ടിട്ട് മാനസാന്തരപ്പെടാനായിട്ട് നോക്കാതെ, ഇത് കൃപയുടെ സമയമാ. ഈ കൃപയുടെ സമയത്ത് മാനസാന്തരപ്പെട, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അത്ഭുതം കണ്ടിട്ടാണ് മാനസാന്തരപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവസാന സമയത്ത് അത് കാണാതെയും ഒപ്പം അത് കണ്ടിട്ട് മാനസാന്തരപ്പെടാനായിട്ടും പറ്റാതെയും നിങ്ങൾ പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം ഇതല്ലേ മക്കളെ? തിന്മ ഇങ്ങനെ അതിക്രമിച്ചിട്ടും നമുക്ക് ഇതൊന്നും കുഴപ്പം, ഇതിങ്ങനെ ഉള്ളതാന്നേ. നമുക്ക് ഈ അമ്മയുടെ വാക്കിന് നമ്മൾ വില കൊടുക്കുന്നില്ല.
പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിക്കുന്ന മക്കളെ, തിരിച്ചു വരണം. സമയമായി എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. മാനസാന്തരപ്പെടണം. നമ്മൾ മാനസാന്തരപ്പെടാതെ പ്രാർത്ഥനകൾ മാത്രം ചെല്ലുന്ന വ്യക്തികളാകരുത്. മാനസാന്തരപ്പെട്ട് അതും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ വളരണം. കൃപയുടെ സമയമായിട്ട് കാണരുത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, 2 കുട്ടികൾക്ക് ആന്തരികമായിട്ടുള്ള സംഭാഷണം അവരോട് പരിശുദ്ധി അമ്മ നടത്തുന്നുണ്ടായിരുന്നു. അത് 1983-ലും 1982-ലും 83-ലുമായിട്ടാണ് ഈ കുട്ടികൾക്ക്. 10-11 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ആന്തരിക സംഭാഷണം. അതിൻ്റെ അകത്ത് ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം മാത്രം പറയാം. 5 കാര്യങ്ങളാണ് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല കുമ്പസാരം നടത്തിയപ്പോഴും ഒരുക്കമുള്ള വ്യക്തിയാകണം. കുമ്പസാരം, കുറ്റമറ്റ കുമ്പസാരം, കൂടെയുള്ള കുമ്പസാരം ഇത് നടത്തിക്കൊണ്ടിരുന്നോണം. 2, സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ബലിയർപ്പിക്കണം. ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചേക്കണം. അതിന് മാറിയാക്കരുത്. 3 പറയുന്നു, നിങ്ങൾ ദിവസവും അരമണിക്കൂർ ബൈബിള് വായിക്കണം, വചന വായന. 4 പറയുന്നു, നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ജപമാല ധാരാളം ചൊല്ലണം. 5 പറയുന്നു, ഉപവാസം എടുക്കണം. ഈ 5 കാര്യങ്ങളാണ് പറയുന്നത് കുഞ്ഞുങ്ങളോട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പരിശുദ്ധി അമ്മ പിന്നെ ഫോം ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം 2 സന്ദേശങ്ങൾ 2 ഇടത്തുണ്ട്. 1945-ലും 1981-ലും നടന്ന രണ്ട് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം. ഒരിടത്ത് അമ്മ പറയുന്നു, ഈ പ്രാർത്ഥന ദിവസവും ഉരുവിടണം. 2 പറയുന്നു, സമയം തീരാറായി, അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നിട്ട് 5 കാര്യങ്ങൾ ചെയ്യണം. എന്താ? ബലിയർപ്പണം, കുമ്പസാരം, ഉപവാസം, പ്രാർത്ഥന, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന. ഇതിനെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം. ഇപ്രകാരം ക്രൈസ്തവർ ഒരുങ്ങാൻ തുടങ്ങിയാലാണ് ദൈവശിക്ഷ ലോകത്തിലേക്ക് വരാതിരിക്കുകയും നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ തീരുമാനം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, പലരും ചോദിച്ചു യുഗാന്ത്യത്തെക്കുറിച്ച്, അച്ഛാ നമുക്ക് എന്താ ചെയ്യണ്ടേ? മക്കളെ, ഇതാ ചെയ്യണ്ടേ, ഇതാണ് ചെയ്യേണ്ട ക്രിസ്ത്യാനിനി. ഇത് ചെയ്യുന്ന അമ്മയുടെ മക്കൾ ലോകത്തിൽ ജനിക്കാനും വളരാനും തുടങ്ങുമ്പോൾ ലോകത്തെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റും. നമ്മളിലൂടെ വേണം ലോകം വിശുദ്ധീകരിക്കപ്പെടാൻ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാ. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.